അയാൾ അങ്ങനെ ബെഞ്ചമിനും ഗ്യാങ്ങും കൂടിയിട്ട് ശ്യാമിനെ അമൃതേടത്തിനെ കൊണ്ടുപോയത് ഒരു തമിഴ്നാടിൻ്റെ അകത്ത് പ്രദേശത്തുള്ള ഒരു ഉൾപ്രദേശത്തുള്ള ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ്. അതിൻ്റെ മുന്നിൽ അങ്ങ് വണ്ടി നിർത്തുകയാണ്. ആ വണ്ടി നിർത്തുന്ന സമയത്ത് ബെഞ്ചമിൻ അങ്ങ് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ആ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സെക്യൂരിറ്റിമാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരോട് പോയിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഇവരും അവനോട് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ട് മുകളിലുള്ള ഒരു റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബെഞ്ചമിന് നേരെ ആ മുകളിലുള്ള ആ ഒരു റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ആ റൂമിൻ്റെ വാതിൽ അങ്ങ് തുറക്കുന്ന സമയത്ത് ഒരാൾ അയാളുടെ മുകളിലൂടെ അങ്ങ് തുണിയൊക്കെ ഇട്ടിട്ട് അയാളുടെ ശരീരം മുഴുവൻ അങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാരാണ് എന്നുള്ള രീതിയിൽ ബെഞ്ചമിൻ അയാളങ്ങനെ നോക്കുകയാണ്. അപ്പം കുറച്ച് നേരം നോക്കി നിൽക്കുന്ന ആ സമയത്ത് അയാളുടെ മുകളിലുള്ള ആ ഒരു തുണി അങ്ങ് മാറ്റിയിട്ട് അങ്ങ് അയാളുടെ മുഖം അങ്ങ് കാണിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരാളാണ്, ഒരു പുതിയൊരു കഥാപാത്രമാണ് വന്നിരിക്കുന്നത്. അയാളാണ് ആ മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടർ. അപ്പോൾ അയാൾ ഈ ബെഞ്ചമിനെ കണ്ടിട്ട് ഹാഡോ കയറി വാടോ എന്താ പേടിച്ച് പോയോ എന്നൊക്കെ ഇങ്ങനെ അവനോട് ചോദിക്കുകയാണ്. അവൻ ബെഞ്ചമിന് ഇതുവരെ ഉണ്ടായിരുന്ന പരുങ്ങളൊക്കെ മാറി ഇയാളെ കണ്ടപ്പോൾ അയാളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ബെഞ്ചമിന് ഇല്ല സർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ അയാളുടെ ക്യാബിനിൽ അങ്ങ് വന്നിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരത്തിലേക്ക് ടോപ്പിക്കിലേക്ക് അങ്ങ് കിടക്കുകയാണ്. അവൻ ബെഞ്ചമിൻ പറയുന്നുണ്ട് ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ഇയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബെഞ്ചമിന് കൊണ്ടുവന്നിട്ടുണ്ട് സർ, പിന്നെ നിങ്ങളോട് ചന്ദ്രശേഖരൻ സർ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവയെന്ന് പറയുന്നുണ്ട് ചന്ദ്രശേഖരൻ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്നൊക്കെ ഇയാളങ്ങ് പറയാണ്. അയാളാണെങ്കിൽ ഒരു ജലദോഷമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മൂക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ആ സമയത്ത് ബെഞ്ചമിൻ ഇയാളോട് പറയുന്നുണ്ട് സർ, ഈ കൊണ്ടുവന്നിരിക്കുന്നത് ശ്യാമയാണ്, അത് എല്ലാവർക്കും നല്ല സുപരിചിതമായിട്ടുള്ളൊരു മുഖമാണ്, അതുകൊണ്ട് ആരും അറിയാൻ പാടില്ല, സേഫായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇയാളോട് പറയാണ്. അപ്പോൾ ഈ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് നീ ഒരു കാര്യത്തിലും പേടിക്കണ്ട, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ആഗ്രഹം എന്താണ് അതാണ് ഞാൻ സാധിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു സീറ്റിലേക്ക്, നീ ഇപ്പോൾ ഇരിക്കുന്ന ഈ സീറ്റിലേക്ക് ഒരുപാട് പണക്കാർ വന്നിട്ടുണ്ട്, ദരിദ്രർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്, ആരും അറിയാത്ത ആളുകളും എല്ലാവരും ഇവിടേക്ക് അങ്ങ് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ആരെയും അറിയില്ല, അവരിവിടെ സേഫ് ആയിരിക്കും എന്നുള്ള കാര്യം ഈ ഒരു ഡോക്ടർ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് അല്ല നീ ആളെ കൊണ്ടുവന്നിട്ടില്ല, വാ നമുക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡോക്ടർ ബെഞ്ചമിനെയും കൊണ്ടിട്ട് ആ ഒരു കാറിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ കാറിനകത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമിനെ അമൃതേടത്തിനെയൊക്കെ കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ള വഴി എന്തായാലും അവരെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കണ്ണൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഈ ഡോക്ടർ ഇവനോട് പറയുന്നുണ്ട് അല്ലടോ നീ ഒരുപാട് മർദ്ദിച്ചിട്ടൊക്കെ ഉണ്ടോ, അഥവാ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഡോസ് കൊടുക്കുമ്പോഴത്തേന് ചത്തുപോകുമോ എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, കൂടുതലൊന്നും മർദ്ദിച്ചിട്ടില്ല, കുറച്ച് മാത്രം മർദ്ദിച്ചിട്ടുള്ളൂ, മരിച്ചൊന്നും പോകില്ല എന്നൊക്കെ ബെഞ്ചമിൻ ഇങ്ങനെ ഒരു തമാശ കാലങ്ങനെ ഇയാളോടൊക്കെ സംസാരിക്കാനും. അപ്പോൾ അയാൾ കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും നമ്മുടെ ശ്യാമയുടെ അമൃതേടത്തിനെയും കൂടിയിട്ട് മുകളിലുള്ള 107 എന്ന് പറയുന്ന റൂമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവയാൾ നേരെ ഇവരെ രണ്ടുപേരെയും അങ്ങ് പിടിച്ച് അകത്തേക്ക് ആക്കാൻ പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരെയും കൂടി അങ്ങ് പുറത്തേക്ക് അങ്ങ് കൊണ്ടുവരികയാണ്. കാറിൻ്റെ അകത്തു നിന്ന് നേരെ ആ ഒരു റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നത്. ആ സമയത്താണെങ്കിൽ ശ്യാം അങ്ങനെ നിലവിളിക്കുന്നൊക്കെ ഉണ്ട്, എടുത്തി എവിടെയാണ്, ഞങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട്. പക്ഷെ അമൃതേടത്തി അങ്ങനെ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങോട്ടാണെന്ന് അറിയാതെ ആ കണ്ണും കെട്ടി അങ്ങനെ ആ റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡോക്ടർ പറയുന്നുണ്ട് കോടാനുകോടി ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നൊരു ശബ്ദമാണ് ഇപ്പോൾ പോയത്, അതും അത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ, എത്രയോ കോടികളുടെ മുതലാണിപ്പോൾ പോയിരിക്കുന്നത്, പക്ഷേ ഇയാളുടെ വിധി എന്ന് പറയുന്നത് എൻ്റെ കയ്യിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാളങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് ഇയാളിങ്ങനെ പറയുന്നുണ്ട് ഞാനെന്ന് പറയുന്നത് ചെയ്യാൻ പോകുന്നത് വളരെ ക്രൂരമായൊരു കാര്യം തന്നെയാണ്, മഹാപാപമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, പക്ഷേ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആളുകളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ട് ഈ പാപങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ ഒരു ക്രൂര മനസ്സിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ബെഞ്ചമിനും ഇങ്ങനെ ഇയാളെങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവർ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് എന്തൊക്കെ ക്രൂരതകളാണ് കാണിക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അവരെ അങ്ങ് ഭ്രാന്തന്മാരാക്കാനുള്ള വല്ല ചാൻസും ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കണിമംഗലത്ത് ഗൗതമാണെങ്കിൽ കൈയും കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ കിടക്കുകയാണ് ബെഡിൽ. അപ്പോൾ ഇവനാണെങ്കിൽ ഈ സംഭവം ഈ സൂര്യയാണ് ചെയ്തത് എന്ന് പറയാനുള്ള ഒരു ഗതികേടിലാണ്, പറഞ്ഞാലും പ്രശ്നം പറഞ്ഞില്ലെങ്കിലും പ്രശ്നം എന്നുള്ള മട്ടിലാണ് ഈ ഗൗതം അങ്ങനെ കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യും എന്നുള്ള മട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഉർവശി അവൻ്റെ അടുത്തേക്ക് അങ്ങ് വരുന്നത്. അപ്പോൾ ഉർവശി അങ്ങനെ വന്ന സമയത്ത് ഇവനോട് ചോദിക്കുന്നുണ്ട് അല്ല മോനെ നീ ഉറങ്ങിയിട്ടൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ഗൗതം അവനോട് ചോദിക്കുന്നുണ്ട്
എൻ്റെ അമ്മേ, ഈ ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്? ഈ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്? എങ്ങനെ ഉറക്കം വരാനാണ് എന്നൊക്കെ ഇങ്ങനെ ഈ അമ്മനോട് ഇവൻ അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി നേരെ അവൻ്റെ അടുത്ത് അങ്ങ് ഇരുന്നിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എടാ മോനെ, നീ നിൻ്റെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുന്നു, പോരാത്തതിന് നിൻ്റെ ശരീരത്തിൽ വേറെ മുറിവുകളൊക്കെ ഉണ്ടല്ലോ. സത്യം പറ, എന്താ സംഭവിച്ചതെന്ന് എന്നോട് സത്യം പറ. നീ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും തല്ലിയോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ മർദ്ദിച്ചതാണോ ഇത് എന്നൊക്കെ ഇങ്ങനെ ഇവിടോട്ട് ചോദിക്കണം. അപ്പോൾ ഇവനൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഉർവശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയേ? നീ എന്നോടൊന്ന് സത്യം പറയേ, ആരാണ് നിന്നെ ഇങ്ങനെ ക്രൂരത കാണിച്ചത് എന്നുള്ള കാര്യം നീ എന്നോട് പറയേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ഈ ഉർവശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവന് അത് പിന്നെ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു തുടക്കം ഇടുന്ന സമയത്തുണ്ടാവും വാതിലിനടുത്ത് ഇങ്ങനെ സൂര്യ വന്ന് നിൽക്കുന്നുണ്ടാവും. സൂര്യ ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്, ഇവരെന്തൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ആ വാതിലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് ഇവൻ അങ്ങ് കാണുകയാണ്. അവൻ ഗൗതം പെട്ടെന്ന് തന്നെ ഇവനെ കാണുന്ന സമയത്ത് വീണ്ടും ഇവൻ അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി ഇവൻ എങ്ങോട്ടാണ് നോക്കുന്നതെന്നുള്ള മട്ടിൽ വാതിലിൻ്റെ അടുത്ത് നോക്കുമ്പോൾ സൂര്യനെ അങ്ങ് കാണാൻ. അപ്പോൾ സൂര്യ അങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ ചെറിയമ്മേ, ഞാനിവിടെ ഗൗതം ഒറ്റക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവനൊരു കമ്പനിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് ചെറിയമ്മനെ ഇവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോളൂ, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഉർവശി വീണ്ടും ഇവനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഉർവശി ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നീ വല്ല വണ്ടിയും തട്ടിയതാണോടാ? അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും മർദ്ദിച്ചോ? അല്ലെങ്കിൽ നീ വല്ല മദ്യം കുടിച്ചിരുന്നോ? അല്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തിരുന്നോ? ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വല്ല മരുന്ന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തോ? അങ്ങനെയാണോ ഇതൊക്കെ സംഭവിച്ചത്? നീ എന്നോടൊന്ന് സത്യം പറയാം. എന്തായാലും കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നു എനിക്ക് തീരെ വിശ്വാസമല്ല. അങ്ങനെ ഒരാളും ഇങ്ങനെ ചെയ്യൂല, ഈ ഒരു അവസ്ഥയിൽ എത്തിക്കൂല. സത്യം പറയടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഗൗതത്തിന് ദേഷ്യം വരുന്നുണ്ട്. ഗൗതം പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ ഓരോ വട്ടം പറഞ്ഞതല്ലേ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണതാണെന്ന്, പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അവൻ്റെ അങ്ങനെ ഒരു പ്രതികരണം കേൾക്കുന്ന സമയത്ത് പിന്നെ ഉർവശി അങ്ങ് കരച്ചിലങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, അച്ഛനും കണക്കാ മകനും കണക്കാ, രണ്ട് പേർക്കും ഇപ്പം ഞാനൊരു ശല്യമായി, ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉർവശി. അപ്പോൾ ഈ ഗൗതമാണെങ്കിൽ അവൻ്റെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ച് ഈ ഒരു സംസാരങ്ങളൊന്നും കേൾക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കില്ല അവന്. അപ്പോൾ അവന് തിരിച്ചങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മ ഒന്ന് എണീറ്റ് പോകുന്നുണ്ടോ അമ്മയുടെ ഒരു കള്ളക്കണ്ണീരും കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേഷ്യം മുഴുവനും അവന് ഉർവശിയുടെ അടുത്ത് അങ്ങ് തീർക്കണം. അപ്പോൾ ഉർവശി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് എണീക്കുകയാണ്. കാരണം കള്ളക്കണ്ണീര് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഇവൻ്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ഉർവശിക്ക് ആകെ ഡെസ്പായിട്ടുണ്ട്. അപ്പോൾ ഉർവശി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റിട്ട് ആ റൂമിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങണം. അപ്പോൾ പുറത്തിറങ്ങി വാതിൽ അങ്ങ് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ സൂര്യ അവിടെ അടുത്ത് റൂമിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനെ കാണുന്ന സമയത്ത് ഈ ഉർവശി ചോദിക്കുന്നുണ്ട് അവനോട്, അതേ അവനിപ്പോൾ എന്നോട് പറയുകയാണ് എൻ്റേത് കള്ളക്കണ്ണീരാണെന്ന്, അവനിപ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവനോട് എന്തൊക്കെയോ അങ്ങനെ ഉർവശി അങ്ങ് കരഞ്ഞ് അങ്ങ് പറയുന്നുണ്ട്. സൂര്യ, നീ പറയുന്നത് കേട്ടില്ല, അവൻ എന്നോട് പറഞ്ഞതാണ് എൻ്റെ കണ്ണീര് കള്ളക്കണ്ണീരാണെന്ന്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവനെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും അവൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് ഉർവശി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉർവശി പോയി എന്ന് ഉറപ്പായ സമയത്ത് പിന്നെ സൂര്യ നേരെ അവൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ എൻ്റെ അമ്മനോട് സത്യങ്ങളൊന്നും തുറന്ന് പറയാഞ്ഞത്, ഞാൻ തല്ലിയതാണെന്നുള്ള കാര്യം നീ എന്താ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഗൗതം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവനോട് വീണ്ടും ഇങ്ങനെ ഈ സൂര്യ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്കെന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി പറയണോ ഞാനാണ് തല്ലിയത് എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ ഈ ഗൗതമനോട് ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഏയ് വേണ്ട, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു എളിമയോടെ അങ്ങ് ഇപ്പോൾ സൂര്യനെ സംസാരിക്കുന്നത്. കാരണം സൂര്യനോട് ഇപ്പോൾ നല്ല പേടിയും ഭയവും ഒക്കെ ഈ ഗൗതമനുണ്ട്. അപ്പോൾ ഈ സൂര്യ അവസാനമായിട്ട് അവന് വീണ്ടും വാണിംഗ് കൊടുക്കുകയാണ്, നീ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീ ഇവിടെ നിന്ന് ചെയ്ത് വെച്ചാൽ ഇത് തന്നെ ആയിരിക്കും, നിന്നെ പിന്നെ ഈ കട്ടിലിൽ നിന്ന് എണീപ്പിക്കില്ല ഞാൻ, നീ ജീവിതകാലം മുഴുവൻ ഈ കട്ടിലിൽ അങ്ങ് കിടക്കുന്ന അവസ്ഥയായിരിക്കും നിനക്ക് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനൊരു വാണിങ്ങും കൂടി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കൽപ്പന, അവൾ നേരെ ആറ്റുവാശ്ശേരിയിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വാർത്തകളെല്ലാം കൂടിയിട്ട് അവരോട് അങ്ങ് പറയാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന കാര്യങ്ങളെല്ലാം രാധികനോടും മുത്തശ്ശിനോടും വരുണിനോടൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ എന്തായാലും ഈ രാധിക കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്തായാലും ഈ കൽപ്പനയ്ക്ക് ഉണ്ട്. അപ്പോൾ കൽപ്പന ഇങ്ങനെ അവളോട് പറയുന്നുണ്ട്, എടി രാധിക, നീ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്, നിൻ്റെ പ്ലാനിങ് കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ വന്നത്, എന്തായാലും നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുത്തശ്ശിക്ക് വീണ്ടും ഒരു ചെറിയൊരു സംശയം കൽപ്പനയുടെ അടുത്ത് ഇങ്ങനെ മാറിയിട്ടില്ല. കാരണം അതുവരെയുള്ള അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പെട്ടെന്ന് ഇവൾക്ക് ഉള്ള ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടാണ് ഈ കൽപ്പനയുടെ ഈ ഒരു ബിഹേവിയറും കണ്ടിട്ട്
മുത്തശ്ശി ചെറിയൊരു ഡൗട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അല്ല കൽപ്പന, നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അതോ നീ ഇനി ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി വരുന്നൊരധികം സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്നുള്ളൊരു വിചാരം വന്നിട്ട് നീ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നത് തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, ഹേയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശിക്ക് ഇപ്പോൾ എന്നെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ സൂര്യനോട് ചോദിച്ചു നോക്കി. സൂര്യനോട് ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സൂര്യനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ മുത്തശ്ശി അങ്ങ് സൂര്യക്ക് വിളിച്ച് അങ്ങ് ചോദിച്ചു നോക്ക് എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന പറയണം. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, എടത്തി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ സൂര്യ ഏട്ടന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതിൽ എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഏട്ടത്തിക്ക് അങ്ങനെ എതിർത്ത് തന്നെ പറയാം. കാരണം അതൊന്നും എതിർക്കാതെ ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം തോന്നിയാൽ അത് തുറന്ന് പറയണം. അതിലെന്തായാലും യാതൊരു പ്രശ്നവുമില്ല. അല്ലടി രാധിക എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ രാധികം പറയുന്നുണ്ട്, അത് ശരിയാണ്, നമ്മുടെ അഭിപ്രായം നമുക്ക് പറയണം. അതിനി മറ്റൊരാൾ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മുടെ ശരി എന്താണെന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന അങ്ങ് തിരുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ ഉർവശിയുടെയും കൽപ്പനയുടെ ഒരു ബിഹേവിയർ വെച്ചിട്ട് അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു മാറ്റം എനിക്ക് തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കൽപ്പനക്കും ചെറുതായിട്ടൊരു സങ്കടം വരികയാണ്. കാരണം അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നുള്ള മട്ടിലാണ് എന്തായാലും കൽപ്പന നിൽക്കുന്നത്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അങ്ങനെ അല്ലമ്മേ, നമ്മളിപ്പോൾ ഇടത്തേക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നല്ല, അപ്പോൾ മാറ്റം നമ്മൾ അംഗീകരിച്ചേ തീരൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ ഈ കൽപ്പന ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് ഞാനെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. ഞാൻ കൽപ്പന എന്നുള്ളൊരു അഹങ്കാരമായിരുന്നു എനിക്ക്. എൻ്റെ മുകളിൽ ആരും ഇല്ല എന്നുള്ളൊക്കെ അഹങ്കാരമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും അല്ല. ഇപ്പം എൻ്റെ മൈൻഡിൽ എന്ന് പറയുന്നത് ഞാൻ സൂര്യയുടെ ഭാര്യയാണ് എന്നുള്ള ഒരു അന്തസ്സും അഭിമാനം മാത്രമേ ഉള്ളൂ. അത് തന്നെ വലിയൊരു അഭിമാനപ്പെടാനുള്ള ഒരു കാര്യം തന്നെയാണ് സൂര്യയുടെ ഭാര്യ എന്നൊക്കെ പറയുന്നത്. അതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ കൽപ്പന പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, ഏടത്തി ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛനെന്ന് പറയുന്നത് കുറച്ച് മുന്നേ വരെ വലിയ പണക്കാരനായിരുന്നു. പക്ഷേ ആ ഒരു പണക്കാരനായിരുന്ന സമയത്ത് പോലും അച്ഛന് മുറുകെ പിടിച്ചിരുന്ന ആ ഒരു അഭിമാനം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അച്ഛന് ഇപ്പോൾ വളരെ ദരിദ്രനായി കഴിഞ്ഞിട്ടും അച്ഛൻ്റെ ആ ഒരു പേരിലുള്ള അഭിമാനം തന്നെയാണ് അച്ഛൻ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത്. അതാണ് അന്തസ്സ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളിപ്പോഴും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛനെ നമ്മൾ എങ്ങനെ മാത്രം ഫോളോ ചെയ്യണം. അച്ഛൻ്റെ ആ ഒരു പെരുമാറ്റം, ദരിദ്രനായ സമയത്തുള്ള ആ ഒരു പെരുമാറ്റം, ആ ഒരു പണക്കാരനായിരുന്നുള്ള സമയത്തുള്ള ഒരു പെരുമാറ്റം അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൽപ്പന എന്തായാലും അവളിങ്ങനെ പറയുന്നുണ്ട്, പണ്ട് അവൾ ഇങ്ങനെ ആയിരുന്നു, പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ അവളുടെ ഒരു പഴയ ക്യാരക്ടർക്ക് അവൾ പോകില്ല, അവളുടെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നൊക്കെ മുത്തശ്ശിനെ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇന്ന് പോയി നോക്കട്ടെ, ഞാൻ തിരിച്ചു പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ നേരത്തെ ഈ മുത്തശ്ശിയുടെ കാലിൽ വീണ് അങ്ങ് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം വരികയാണ്. ഇത്രയും കൽപ്പനയ്ക്കൊരു മാറ്റം വരുന്ന തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൽപ്പന ഇങ്ങനെ എണീറ്റിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പം മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചത് ഒരിക്കലും മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പണ്ട് ഞാൻ അങ്ങനെ ഒരുപാടൊക്കെ ചെയ്തിരുന്നു, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല, ഇനി എനിക്ക് മറ്റുള്ളവർ കാണണം എന്നല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, പണ്ട് രാധികയും വരുണും ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ സ്നേഹത്തോടെ ജീവിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു, സൂര്യയുടെ ജീവിതം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, സൂര്യൻ കൽപ്പനയെ ഇങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം മുത്തശ്ശി. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, ഇനി ഞങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ എന്തായാലും മുത്തശ്ശിക്കും കൂടി ഒരു ഉറപ്പ് കൊടുത്തിട്ട് കൽപ്പന അങ്ങ് പോവുകയാണ് കണിമംഗലത്തേക്ക്. പിന്നെ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ ശ്യാമനെയും അമൃതേടത്തിനെയും ഒരു റൂമിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അമൃതേടത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നഴ്സുമാരും സെക്യൂരിറ്റീസും ഒരുപാട് ആളുകളൊക്കെ അങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ അമൃതേടത്തി വിളിക്കുന്നതൊന്നും ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അമൃതേടത്തി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഹേയ് ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരും അത് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമൃതേടത്തി ആകെ നിരാശരായിട്ട് തന്നെ ഈ ശ്യാമയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ശ്യാമയെ ഞാൻ ഒരുപാട് ആളുകളൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ ആരും ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല, നമ്മളെന്താ പറയുന്നത് എന്നുള്ള ഒരു കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഏടത്തി ഇതൊരു ഭ്രാന്താശുപത്രിയാണ്, നമ്മളെ ഒന്നും ആരും പരിഗണിക്കുക പോലുമില്ല, നമ്മുടെ ഭാഗത്ത് എന്താണ് ന്യായം എന്നൊന്നും ആരും ചിന്തിക്കാൻ പോലും ഉണ്ടാവില്ല, അവരുടെ മുന്നിൽ നമ്മളൊരു ഭ്രാന്തന്മാർ മാത്രമായിട്ടായിരിക്കും. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ഒരു അവസരം വരും, നമുക്ക് അവസരം വരുന്ന സമയത്ത് എന്തായാലും രക്ഷപ്പെടാം, അങ്ങനെ ഒരു അവസരം വീണ് കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം, എന്നിട്ട് എങ്ങനെയെങ്കിലും ഓടിപ്പോയിട്ട് എനിക്ക് എൻ്റെ മോളുടെ അടുത്തേക്കൊന്ന് വരണം, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം.
അപ്പോൾ ഈ അമൃതയെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വീണ്ടും കഴിയുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് വീണ്ടും ആ ജനവാതിലിൻ്റെ അടുത്തേക്ക് അങ്ങ് പോയി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ അങ്ങ് പിടിച്ച് നിർത്തുകയാണ് ജനലിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട്. അപ്പം ചേച്ചി ഒന്ന് പറയുന്നൊന്ന് കേൾക്ക്, ഞാനൊന്നൊരു കാര്യം പറഞ്ഞോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സമയത്ത് ഈ സെക്യൂരിറ്റി അവരെ അങ്ങ് ഷൗട്ട് ചെയ്യാണ്. ഭ്രാന്താശുപത്രിയിൽ ഭ്രാന്തന്മാരെ പോലെ അടങ്ങി ഒതുങ്ങി നിൽക്കണം, ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കൈയിട്ട് മറ്റുള്ളവരങ്ങനെ ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെക്യൂരിറ്റി വീണ്ടും ഈ അമൃതേടത്തിനെ അങ്ങ് ഷൗട്ട് ചെയ്യാണ്. എന്താണ് അവർ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യമൊന്നും അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പോൾ പിന്നെ അയാളും അങ്ങനെ നടന്ന് അങ്ങ് പോവുകയാണ് ആ സെക്യൂരിറ്റി ചേച്ചി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമൃതേടത്തേക്ക് വീണ്ടും അങ്ങ് നിരാശരാവുകയാണ്. അപ്പോൾ അമൃതേടത്തി ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ശ്യാമേ, ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുകയെന്ന് പോലും അറിയില്ല, ഇത് ഏതാ ഏരിയ എന്ന് പോലും അറിയില്ല, ആർക്കും നമ്മളെ ഒന്ന് മനസ്സിലാകുന്നു ഒന്നുമില്ലല്ലോ, നമ്മൾ എങ്ങനെ ഇനി ഇവിടുന്ന് രക്ഷപ്പെടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ ഇനി എന്താണാവോ അവർ ചെയ്യാൻ പോകുന്നതാവോ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്ന സമയത്ത് അമൃതേടത്തി ഇങ്ങനെ ഒരു സംശയം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു ഭ്രാന്താശുപത്രിയിലാണ്, ഇനി നമ്മളെയും കൂടി അവർ ഭ്രാന്തന്മാരാക്കാനുള്ള വല്ല പ്ലാനിങ്ങും ആയിരിക്കുമോ, നമ്മളെയും കൂടി ഇനി ഭ്രാന്താക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഈ അമൃതേടത്തി ഇങ്ങനെ പറയണേ. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്, ഇനി അവർ നമ്മളെ എങ്ങാനും ഭ്രാന്തന്മാരാക്കി മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നാണ്. പക്ഷേ എനിക്ക് എൻ്റെ മകളുടെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് മരിച്ചാൽ മതി, എനിക്ക് മരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മകളുടെ മടിയിലിരുന്ന് മാത്രം മരിച്ചാൽ മതി, അല്ലാതെ എനിക്ക് മരിക്കണ്ട എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ശ്യാമ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് അതിനകത്ത് അങ്ങനെ വന്ന് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ രാധികയും വരനും കൂടിയിട്ട് അവരുടെ ആ ഒരു പാചകപ്പണിയിൽ അങ്ങനെയാണ്. അപ്പം പാചകം ചെയ്യുന്ന സമയത്ത് വരുണും കൂടിയിട്ട് ഈ രാധികനെ അങ്ങ് സഹായിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ രാധികയുടെ അടുത്ത് നിന്നും കുറച്ച് പാചകം പഠിക്കണം എന്നുള്ള മട്ടിലാണ് എന്തായാലും വരുൺ അങ്ങ് പാചകത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വരുണിങ്ങനെ ഈ യശോദാമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ നമുക്കും കൂടിയിട്ട് ഇനി ഈ രാധികയുടെ അടുത്തുനിന്ന് കുറച്ച് പാചകം പഠിച്ചിട്ട് അവൾക്കെതിരെ എങ്ങാനും നമുക്കൊരു കോമ്പറ്റീഷൻ വന്നാലോ, നമുക്ക് വിന്നർ ആവണമെങ്കിൽ നമുക്ക് ഇവളുടെ അടുത്തുനിന്ന് തന്നെ പാചകം പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എനിക്കെതിരെ ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളൊരു ചേച്ചിയും കൂടി ഉണ്ട് അവൾക്ക് ഹെൽപ്പറായിട്ട് ഇങ്ങനെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ രാധിക മോളോട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവൾ തന്നെ ആയിരിക്കും വിന്നർ എന്നുള്ള കാര്യം എന്തായാലും ഇവരും കൂടി അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ വരുണും പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും ഞാനും കൂടി നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരൊരു തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് കൂടെ അവസാനിച്ചിരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ കൽപ്പന ഈ സൂര്യനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സൂര്യക്ക് വേണ്ടിയിട്ട് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കൽപ്പന. അപ്പോൾ ഈ കൽപ്പനയുടെ പാചകമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ സൂര്യ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോൾ കൽപ്പന നീ വെറുതെ തമാശ പറയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, തമാശ എന്തിനാണ് ഞാൻ പറയുന്നത്, ഞാനൊരു ഭക്ഷണം കഴിച്ചാൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയും, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയുന്നൊക്കെ ഉണ്ട്. അവരുടെ ഒരു ജീവിതം അവർ നല്ല രീതിയിൽ അങ്ങ് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും ഈ പ്രിയങ്കയും കൂടിയിട്ട് അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ ആ ഒരു ഡയറക്ടറെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അവരിങ്ങനെ പറയുന്നുണ്ട്, ഏതൊരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നാലും ഇനി പാട്ട് പാടാൻ വന്നാലും എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്ന ഒരാൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഡയറക്ടർ അങ്ങനെ എന്തൊക്കെയോ പിറുപിറുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വരുണും രാധിക അവരും അവരുടെ ലൈഫിലും ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങ് പോകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഇനി ശ്യാമനെ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാകുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം ശ്യാമ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് തന്നെ ഈ ഗുണ്ടകളുടെ കയ്യിലാണ്, അവരാണെങ്കിൽ രക്ഷപ്പെടുന്ന യാതൊരു മാർഗ്ഗവും കാണുന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലെങ്കിലും എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.